ശ്രീമതി കെ കെ രമ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി കെ കെ രമ, ഞാൻ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുന്നത് അഭംഗിയാകും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. താങ്കൾക്ക് വി എസിനെ പറ്റി പറയാം. ഞാൻ എന്താണ് പറയേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു ഒരു യുഗം അവസാനിച്ചല്ലോ. യുഗം അവസാനിച്ചു. ഇനി ആരാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തിരുത്താനുള്ളത്? ഇനി ആരാണ് ഇടതുപക്ഷത്തിന്റെ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കാനുള്ളത്? ഇനി ആരിലാണ് നാം വിശ്വസിക്കേണ്ടത്? ഇനി ആരിലാണ് നാം പ്രതീക്ഷ അർപ്പിക്കേണ്ടത്? വലിയ എന്താ പറയാ, നമുക്ക് പറഞ്ഞാൽ തീർത്താൽ തീരാത്ത ഒരു ഒരു വിടവ്, അല്ലെങ്കിൽ എങ്ങനെയാ അതിനെ പറയേണ്ടത്? എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി അങ്ങേയറ്റത്തെ പ്രതിസന്ധിയിൽ നിന്ന സമയത്ത് താങ്ങായി നിന്ന, ആശ്വാസമായി നിന്ന ആള്, അത് മറക്കാൻ കഴിയാത്തതാണല്ലോ ജീവിതത്തില്. അങ്ങേയറ്റത്തെ വേദനയിൽ ഇരുട്ടിൽ തപ്പുന്ന സമയത്താണ് വി എസിന്റെ വരവും വി എസിന്റെ ചേർത്ത് നിർത്തലും. അതാണല്ലോ ഞങ്ങളെ ജീവിതത്തിൽ മറക്കാനാവാത്ത മറ്റൊരു അനുഭവം എന്ന് പറയുന്നത്. അത് തന്ന ഒരു ആശ്വാസം, അത് തന്നൊരു സന്തോഷം, അത് തന്ന ഒരു കരുത്ത്, അത് ചെറുതായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് കൊലംകുത്തി എന്ന് വിശേഷിപ്പിച്ചെടുത്തുന്ന ധീരനായ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ച വി എസ് നടത്തിയ ആശയ പോരാട്ടങ്ങൾ, ഒരു പാർട്ടികത്ത് നടത്തിയ ആശയ സമരം, ആ സമരത്തിന്റെ സംഘടനാ രൂപമായിരുന്നു ഞങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ TPKയുടെ കൊലപാതകം വി എസിനുള്ള താക്കീതായിരുന്നു. നമുക്കറിയാവുന്നതാണ് ഇതെല്ലാം. അവസാനിച്ചുവെല്ലാം. എനിക്ക് ശ്രീമതി കെ കെ രമ, ഒരു കടലിരമ്പുന്നത് എനിക്കിവിടെ കേൾക്കാം. ഞാൻ അതുകൊണ്ട് അതിൽ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനോടകം അത് വായിക്കുകയും ചെയ്തിട്ടുണ്ട്. പറയാനുള്ളത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അതിൽ വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. കേരള രാഷ്ട്രീയം ആ സമയത്ത് കടന്നുപോയ സാഹചര്യങ്ങൾ, ആ സമയത്ത് എന്തൊക്കെ വെല്ലുവിളികൾ നേരിട്ടാണ് വി എസ് അവിടെ വന്നത്, ശ്രീമതി കെ കെ രമയെ ചേർത്ത് പിടിച്ചത്, അവിടെ ഉണ്ടായിരുന്ന മറ്റ് സഹാക്കളെ ചേർത്ത് പിടിച്ചത് എന്നതൊക്കെ ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. എന്തായാലും ഇത്രയും കാലം, ഒരു നൂറ്റാണ്ട് അദ്ദേഹം നമ്മളുടെ ഒപ്പം ഉണ്ടായിരുന്നു. നമ്മളെ അദ്ദേഹം വലിയ പോരാട്ടങ്ങളിൽ നയിച്ചു എന്നത് തന്നെയാണ് ഈ സമയത്ത് ഓർമ്മകൾ. പ്രാണനിൽ പടർന്ന ഇരുട്ടിൽ നിസ്സഹായയായി നിന്ന വേളയിൽ ആശ്വാസത്തിൻ്റെ കരസ്പർശമായിരുന്നു പ്രിയ സഖാവ്. അന്ത്യാഭിവാദ്യങ്ങളെന്ന് കെ കെ രമ ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട്. അത് വളരെ ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും അതിലെല്ലാം ഉണ്ട്. ഈ ഘട്ടത്തിൽ പ്രതികരിക്കുകയായിരുന്നു കെ കെ രമ.